ദൈവം നിന്നെ അനുഗ്രഹിച്ചതിന്റെ തെളിവ് നിന്റെ കെട്ടിടത്തിന്റെ വലിപ്പമല്ല, നിന്റെ കാറിന്റെ വിലയല്ല, നിന്റെ ബാങ്ക്. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഒന്ന് പ്രസംഗിക്കെങ്കിൽ ചുമ്മാ തുള്ളിയിട്ട് പൈസയും കൊടുത്ത് വിടരുത്. അതൊന്നും അല്ല. ദൈവം നിന്നെ അനുഗ്രഹിച്ചതിന്റെ തെളിവ് നീ സേവിക്കുന്ന ദൈവത്തെ നിന്റെ തലമുറ സേവിക്കുന്നതാണ്. നീ എടുത്ത വിശുദ്ധ വേദപുസ്തകം നിന്റെ സന്താനം എടുക്കുന്നതാണ്. ദൈവം നമുക്ക് നൽകിയ ഭൗതിക ധനം നമ്മുടെ തലമുറയെ നരകത്തിലെത്തിച്ചാൽ അത് അനുഗ്രഹമല്ല, ശാപമാണ്. എന്തുകൊണ്ട് ഞാൻ ഇത്ര കർക്കശമായി പറയുന്നു? പട്ടിണി കൊണ്ട് അധികം ആരും ദൈവ റൂട്ട് പോയിട്ടില്ല. കഷ്ടത കൊണ്ട് അധികം ആരും കർത്താവിനെ ഉപേക്ഷിച്ചില്ല. എന്നാൽ സകലത്തിൻ്റെയും സമൃദ്ധി ഹേതുവായി പലരും ദൈവത്തെ ഉപേക്ഷിച്ചു. എല്ലാത്തിൻ്റെയും സമൃദ്ധിയുടെ നടുവിൽ കരഞ്ഞോണം ദൈവത്തിൽ നിൽക്കുമ്പോൾ ഇതാ ഞാനും എനിക്ക് തന്ന കുഞ്ഞുങ്ങളെന്നും പറഞ്ഞ് ദൈവത്തിൽ നിൽക്കണം. ഇത്രവർക്ക് ശക്തിയോടെ സ്വതന്ത്രം പറയാൻ കഴിയും.